ചേട്ടാ ഞാൻ ഒരു നേഴ്സാണ്, അയർലൻഡിൽ കെയർ ഹോമിൽ HCA ജോബ് കിട്ടി, പക്ഷേ വിസ ജൂൺ 26 VFS കൊച്ചി കൊടുത്തു. ഇപ്പോൾ 4 മാസമായി, നോ അപ്ഡേറ്റ്, മെയിൽ അയച്ചു, റിപ്ലൈ ഒന്നുമില്ല എന്നാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അദ്ദേഹത്തിൻ്റെ ഒരു വിസയുടെ കാര്യമായിട്ടുള്ള ഒരു സംശയം ചോദിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് ക്ലിയർ ചെയ്യുകയാണ്. നമ്മുടെ ഇവിടുത്തെ പ്രമുഖ പത്രാധിപരായ ശ്രീ റെജി സി ജേക്കബ് ആണ് നമുക്കതിന് മറുപടി നൽകിയിരിക്കുന്നത്. ഡൽഹിയിലെ വിസ ഓഫീസിൽ കിട്ടിയിരിക്കുന്ന എല്ലാ അപേക്ഷകളും ഇപ്പം ലേറ്റ് ആയിട്ടാണ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഓഗസ്റ്റ് 20 വരെയുള്ള ഏകദേശം ആപ്ലിക്കേഷനുകളുടെ ഏകദേശം ഡിസിഷൻ ആയിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റിൽ കാണുന്നത്. പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഏതെങ്കിലും കാരണങ്ങളാൽ കുറച്ച് ദിവസങ്ങൾ കൂടെയൊക്കെ എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റുകളും നേടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ സമർപ്പിക്കപ്പെടുന്നത് ജോയിന്റ് ഫാമിലി കാറ്റഗറി B, അതായത് നഴ്സുമാരല്ലാത്ത കെയർ സ്റ്റാഫിൻ്റെ ഒക്കെയുള്ളതാണ്. അവർ ഇവിടെ നിലവിൽ എത്തിയിരിക്കുന്ന HCAയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഇപ്പം ഒരു 3 മാസത്തിൽ കൂടുതൽ സമയം എടുത്താണ് ഇപ്പം പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൂടുതൽ സമയം ഇനിയും എടുക്കുമെന്നുള്ളതാണ് പിന്നെ പൊതുവെ കരുതപ്പെടുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് മിനിസ്റ്റർ ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് പറഞ്ഞത് ഇതിനു വേണ്ടിയിട്ട് കൂടുതൽ സ്റ്റാഫിനെ അവർ നിയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത മാസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വേഗതയിൽ ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നടപടികൾ പൂർത്തിയായേക്കും. എംപ്ലോയ്മെന്റ് വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ പക്ഷേ പെട്ടെന്ന് തന്നെ പൂർത്തിയാകുന്നുണ്ട്. അത് മാക്സിമം 30 ദിവസം വരെയൊക്കെയാണ് അവർ കാലാവധി പറയുന്നത് എംപ്ലോയ്മെന്റ് വിസയ്ക്ക് മാക്സിമം. പക്ഷേ ചില കേസുകളിൽ ഏതെങ്കിലും സാങ്കേതികമായ കാരണങ്ങളാൽ അതിൽ കൂടുതൽ സമയവും എടുക്കാം. ശരിക്കും ഇവിടെ കെയറർ വിസയിൽ വരുന്നവർ വളരെ കുറവാണ്. എന്നാലും കെയർ വിസയിൽ ആളുകൾ വരുന്നുണ്ട്. അവർക്ക് ഫാമിലിയെ കൊണ്ടുവരാനും അവരുടെ കുട്ടികളെ കൊണ്ടുവരാനും ഒക്കെ പല നിബന്ധനകളാണ് ഐറിഷ് ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ പേർ കെയർ വിസയിൽ ഇങ്ങോട്ട് എത്താത്തത്. ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രശ്നമല്ല. എങ്കിലും ഫാമിലി ഉള്ളവർ പോലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് ഇവിടെ വന്നിട്ട് OET ഒക്കെ എഴുതി രക്ഷപ്പെടാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒക്കെ കെയർ വിസയിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ശ്രീ റെജി സി ജേക്കബ് ഉൾപ്പെടെയുള്ളവരുടെ ഒക്കെ പിന്തുണയോട് കൂടി തന്നെ ഇവിടെ കെയർ വിസയിൽ എത്തിയ സ്റ്റാഫുമാർ ഗവൺമെന്റിനോട് കൂടുതൽ അവരുടെ ഫാമിലിയെ കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള കൂടുതൽ നിയമ ഇളവുകളും ഒക്കെ ആവശ്യപ്പെടുകയും അതിനുവേണ്ടി ഹർജികൾ സമർപ്പിക്കുകയും ഒരുമിച്ച് കൂടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൂടുതൽ നിയമ ഇളവുകൾ കെയർ വിസയിൽ ഇവിടെ എത്തിയവർക്ക് അവരുടെ ഫാമിലിയെ കൊണ്ടുവരുന്നതിന്, മക്കളെ കൊണ്ടുവരുന്നതിന് കൂടുതൽ നിയമ ഇളവുകൾ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. സംശയങ്ങൾ ഒക്കെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്തേരെ. ബൈ, സീ യു.